നമസ്കാരം. വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ളൊരു വീഡിയോ അല്ല. അതിൻ്റേതായിട്ടുള്ള ചില പാകപ്പിഴകളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും, അല്പസമയം മുമ്പ് നമ്മുടെ CA ഫൗണ്ടേഷൻ ജൂൺ 2024 എക്സാമിനേഷൻ റിസൾട്ട് വന്നു. എല്ലാ തവണയും റിസൾട്ട് വരുമ്പോൾ കുട്ടികളുടെ പോലെ തന്നെ ഞങ്ങളും ഒരുപാട് ടെൻഷനിലായിരിക്കും. നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തു, കുട്ടികളും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു, അവരുടെ പേരൻസ് എല്ലാവരും ഒരുപാട് പ്രതീക്ഷകളോടുകൂടി കാത്തിരുന്നു. അങ്ങനെ റിസൾട്ട് വരുന്നൊരു ദിവസമാണത്. ആ ദിവസം കുട്ടികളും പേരൻസും ഞങ്ങളൊക്കെ ഒരുപാട് എക്സൈറ്റ്മെന്റിലും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ എപ്പോഴും ഇരിക്കാറുള്ളത്. അതിൽ ഒരുപാട് കുട്ടികൾ പാസ്സാവുകയും കുറച്ച് കുട്ടികൾ പരാജയപ്പെടുകയും അവർക്ക് വീണ്ടും ക്ലാസ്സിൽ ഇരിക്കാനുള്ള അവസരങ്ങളും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ഉപദേശങ്ങളൊക്കെയാണ് നമ്മളിപ്പോഴും കൊടുക്കാറുള്ളത്. അങ്ങനെയായിരിക്കും ഓരോ റിസൾട്ട് വരുന്ന ദിവസത്തെ രാത്രികളും ഞങ്ങൾ തള്ളി നീക്കി പോകാറുള്ളത്. പക്ഷെ ഇന്നത്തെ റിസൾട്ട് കണ്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങളും ഈ റിസൾട്ടിനെ കുറിച്ച് അറിഞ്ഞ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇന്ന് റിസൾട്ട് വന്നിരിക്കുമ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ 15% പേരാണ് CA ഫൗണ്ടേഷൻ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. ശരിക്കും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും 30% അല്ലെങ്കിൽ ആ റേഞ്ചിലൊക്കെ കുട്ടികൾ പാസ്സാകുമ്പോൾ ഇപ്രാവശ്യം ഈ കഴിഞ്ഞ മെയ് എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇന്ററിനും ഫൈനലിനും ഒക്കെ നല്ല റിസൾട്ട്, നല്ല പേഴ്സൻറ്റേജ് ഉണ്ടായപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫൈനലിനേക്കാളും ഇന്ററിനേക്കാളും റിസൾട്ട് ഫൗണ്ടേഷനിൽ കുറവ് വരുന്നത്. ഇതൊരു പക്ഷേ കുട്ടികളുടെ കോൺഫിഡൻസിനെ വല്ലാതെ ബാധിക്കുന്നു, അധ്യാപകരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്നു, CA ഫ്രറ്റേണിറ്റി അല്ലെങ്കിൽ ആ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ആ ഒരു താല്പര്യത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് ഉറപ്പായിട്ടും. അപ്പം ഇത് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചില വ്യാകുലതകൾ ഒരുപക്ഷെ യഥാർത്ഥമായി എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം പല ക്ലാസ്സുകളിലും ഞാനതൊരു ചെറിയ സൂചന നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്കും ഞാനൊരു സൂചന തന്നിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന റിസൾട്ടിൽ നമ്മളൊരു പക്ഷേ ചെറുതായിട്ടെങ്കിലും ഞെട്ടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. ഇതിന് ഒരുപാട് കാരണങ്ങൾ നമുക്കുണ്ട്. ഇത് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇന്ന് വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുന്ന കുട്ടികൾക്കും അവരുടെ പേരൻസിനും വേണ്ടിയിട്ടാണ്. ഇതിലൊരിക്കലും കുട്ടികളെ പരിപൂർണമായിട്ട് കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല. ഇത്രയും പേഴ്സൻറ്റേജ് കുറഞ്ഞതിൽ കുട്ടികളെ പരിപൂർണമായിട്ട് കുറ്റപ്പെടുത്താനായിട്ട് കഴിയില്ല. കാരണം ചില സമയത്ത് ഇതൊരു സിസ്റ്റമിക്കാണ്. കുട്ടികൾ മാക്സിമം വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഓരോ കുട്ടികളും എങ്ങനെയാണ് പഠിച്ചിരുന്നതെന്നും അവരെത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കുട്ടികൾ പഠിച്ചിട്ടില്ല എന്നുള്ളൊരു രീതിയിൽ ഒരിക്കലും ഞങ്ങളോ അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പറയില്ല. അത് പാരൻസിന്റെ ഭാഗത്തുനിന്നും ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ ഒരു ഫെയിലിയർ എന്തുകൊണ്ട് ഈ അറ്റംപ്റ്റ് നമ്മളൊരു സ്പെഷ്യൽ അറ്റംപ്റ്റ് ആയിട്ട് കാണണം? ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ട് വന്ന പുതിയ സിലബസ് എക്സാമിനേഷൻ ആണ്. സോ ഒരു പുതിയ സിലബസിലുള്ള എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്രാവശ്യം എഴുതിയിരിക്കുന്ന കുട്ടികൾ ആരൊക്കെയാണ്? ഇപ്രാവശ്യം എഴുതിയിരിക്കുന്ന കുട്ടികൾ 2 വിഭാഗം കുട്ടികളാണ്. ഒന്ന്, കഴിഞ്ഞ വർഷം 2023 ജൂണിൽ അന്ന് CA ഫൗണ്ടേഷന് ജോയിൻ ചെയ്യാൻ പറ്റാതെ ലേറ്റായി പോയി പിന്നീട് രജിസ്ട്രേഷൻ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം വന്ന് അഡ്മിഷൻ എടുത്തിട്ടുള്ള ചുരുക്കം ചില കുട്ടികളുണ്ടാവും. അത് പലപ്പോഴും വളരെ എണ്ണം കുറവായിരിക്കും. അത്തരം കുട്ടികളൊക്കെ അവരായിരിക്കും ഇപ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ജൂണിൽ എഴുതിയിട്ടുള്ള കുട്ടികൾ ഒരു വിഭാഗം അവരാണ്. പിന്നെ എഴുതിയിട്ടുള്ള കുട്ടികൾ കഴിഞ്ഞ ഡിസംബറിൽ എക്സാം എഴുതിയിട്ട് പിന്നെ അതിൽ ഫെയിലായി പോയിട്ട് പിന്നെ അവർ 2 മാസം കൊണ്ട് പെട്ടെന്ന് തന്നെ ക്രാഷ് കോഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്ന കുട്ടികളായിരിക്കും. ഇതിലിപ്പോൾ സെപ്റ്റംബർ ബാച്ചിനെ കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ ബാച്ചിൽ വന്ന വർഷം വന്ന് ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പലരും വരുന്നത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ അവർ പലരും ചിലപ്പോൾ എന്താ പറയുക മറ്റു സ്ട്രീമിൽ നോക്കിയിട്ട് കിട്ടാതെ വന്ന കുട്ടികളുണ്ട്. എന്നാൽ CAനോട് താല്പര്യപ്പെട്ട് വരുന്ന കുട്ടികളുണ്ടാവും. പിന്നീട് വരുന്ന കുട്ടികൾ കഴിഞ്ഞ അറ്റംപ്റ്റ് കിട്ടാതെ ഒരിക്കൽ കൂടി നന്നായിട്ട് പഠിച്ച് എഴുതണം എന്ന് വിചാരിച്ചുകൊണ്ട് വരുന്ന കുട്ടികളായിരിക്കും. ഈ 2 വിഭാഗം കുട്ടികളുടെ മുന്നിലുള്ള വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പഴയ സിലബസിനേക്കാളും വളരെ കൂടുതലാണ് പുതിയ സിലബസിലുള്ളത്. കാരണം നമുക്കറിയാം ഇവിടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നതിൽ അക്കൗണ്ടൻസി കൂടിയിട്ടുണ്ട്, അതേപോലെ തന്നെ ലോ കൂടിയിട്ടുണ്ട്. എക്കണോമിക്സ് അതിനുണ്ടായിരുന്ന ഒരു എന്താ പറയുക ഒരു ഭാഗം ബിസിനസ് കൊമേഴ്ഷ്യൽ നോളജ് എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ്ലി മാറ്റിയിട്ടാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഇത്രയും ഡെപ്ത് ആയിട്ടുള്ള ടോപ്പിക്ക് കഴിഞ്ഞ പ്രാവശ്യം എഴുതി ഇപ്രാവശ്യത്തേക്ക് വീണ്ടും ആ 2 മാസത്തെ ക്രാഷ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ സ്ട്രീമിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് അതിലേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ പല കുട്ടികൾക്കും ഒരു പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവാം, ഉണ്ടായിട്ടുണ്ടാവാം. സ്വാഭാവികമായിട്ടും ആ ഒരു പ്രശ്നം ഈ ഒരു സിലബസ് പെട്ടെന്ന് അങ്ങോട്ട് കൂടിയത് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടാവും.
പക്ഷെ നിങ്ങളൊരു പുതിയ കുട്ടികളെ കുറിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ, ഇപ്പോൾ റീസെന്റ് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെ കുറിച്ച് നോക്കുമ്പോൾ, അവർ +2 കഴിഞ്ഞ് ഏപ്രിൽ വന്നിട്ടാണ് ഈ ഒരു സിലബസ് പഠിക്കാൻ വേണ്ടി വരുന്നത്. അവരുടെ എക്സാമിനേഷൻ ജനുവരിയിലാണ്. അപ്പോൾ അവർ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഏകദേശം 9 മാസത്തോളം അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സിലബസ് പഠിക്കാൻ വേണ്ടി അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടിയും എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡെപ്തിലേക്ക് പ്രാക്ടീസ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ടാവും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ചെയിൻ അങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു 2 മാസം കൊണ്ടാണ്, ഇപ്പോൾ ഞാൻ പറയുന്ന കഴിഞ്ഞ റിപ്പീറ്റിംഗ് ബാച്ചുകളാണെങ്കിൽ ആ 2 മാസം കൊണ്ടും, അല്ലെങ്കിൽ സെപ്റ്റംബർ ബാച്ചിൽ തന്നെ പല കുട്ടികളും ചിലപ്പോൾ വേറെ സ്ട്രീമിൽ നിന്നൊക്കെ വന്ന് ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമൊക്കെ എടുത്തിട്ടും ആ പുതിയ സിലബസിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതൊരു മേജർ റീസൺ ആണ് ഉറപ്പായിട്ടും. അതൊരിക്കലും നമ്മളൊരു പഠിക്കാത്തത് കൊണ്ടല്ല. നമുക്ക് ഒരിക്കലും ആ സമയം നമുക്ക് ചിലപ്പോൾ നമ്മളെപ്പോഴും മാക്സിമം നോക്കുന്ന എന്താണ്, ഏറ്റവും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാനാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ കുട്ടികളെല്ലാവരും ആ ശ്രമം നടത്തിയതിൽ ചിലപ്പോൾ ചിലർക്ക് ആ ഒരു രീതിയിൽ ആ സിലബസ് ചേഞ്ച് വന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടാവാം. ഉറപ്പായിട്ടും അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവാം. കാരണം ഇവിടെ മുൻപെല്ലാം, അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് മുൻപ് അങ്ങനെ സിലബസ് ചേഞ്ചിൽ സിയുടെ പെർസെൻറ്റേജ് കുറയുന്നില്ല എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾ ചോദിക്കാം. അതിനുള്ള ഉത്തരം എന്ന് വെച്ചാൽ, മുൻപെല്ലാം സിലബസ് മാറുമ്പോൾ പുതിയ കോഴ്സ് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് പുതിയ എക്സാം വരിക. പഴയ സിലബസിൽ എഴുതിയിരുന്ന കുട്ടികൾക്ക് വീണ്ടും പഴയതിൽ തന്നെ 1-2 തവണ എഴുതാനുള്ള അവസരം കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. ഇപ്പോൾ CPT എന്ന് പറയുന്ന ഒരു സിസ്റ്റം മാറിയപ്പോൾ 2018 CPT സിസ്റ്റം മാറിയെങ്കിലും 2018 പുതിയ സിലബസ് കുട്ടികൾ മാത്രമാണ് ഫൗണ്ടേഷൻ എഴുതിയത്. അപ്പോഴും 2018 ജൂണിൽ എന്ത് നടന്നിട്ടുണ്ട്, CPT എക്സാമിനേഷൻ നടന്നിട്ടുണ്ട്. പഴയ സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് അതേ രൂപത്തിൽ തന്നെ തുടരാനുള്ള അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ ഒരു അവസരം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും നിർബന്ധിതരായി പുതിയ സിലബസിലേക്ക് വരാനായിട്ട്. അത് ഒരു മേജർ റീസൺ തന്നെയാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഈ സിലബസ് ചേഞ്ച് ആയി എന്നുള്ളതും കുട്ടികൾക്ക് ആ ഒരു പഠിക്കാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയോ നമുക്ക് ചിലപ്പോൾ ആ ഒരു ഫസ്റ്റ് സിലബസിൽ ചിലപ്പോൾ ഉണ്ടാവാനുള്ള ചാൻസ് അത് ഉണ്ടായിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ചിലപ്പോൾ. ഇതാണ് ഒരു കാര്യം. രണ്ടാമത് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തിനാണ് ഈ പുതിയ സിലബസ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ അവർ പറഞ്ഞ കാര്യമുണ്ട്. പുതിയ സിലബസ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ഫൗണ്ടേഷൻ പാസ്സായി, ഇന്റർ പാസ്സായിട്ട് ഫൈനൽ പാസ്സാവാതെ നിൽക്കുന്നവരുണ്ട്, ഫൗണ്ടേഷൻ പാസ്സായിട്ട് ഇന്റർ പാസ്സാവാതെ നിൽക്കുന്നവരുണ്ട്. സോ ഇതിനകത്ത് തന്നെ കുറച്ച് പേരുണ്ട്. അപ്പൊ കുറച്ചും കൂടിയും എൻട്രി ഒന്ന് ലിബറൽ ആക്കാം, എക്സിറ്റ് ഒന്ന് ലിബറൽ ആക്കാം, എൻട്രി കുറച്ച് ടൈറ്റ് ആക്കാം എന്ന രീതിയിൽ ചെറിയ രീതിയിലുള്ള ഒരു മാറ്റം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പുതിയ സിലബസിലേക്ക് വന്നപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തിട്ടുണ്ട് എന്നൊരു അതൊരു കിംവദന്തി ആയിരിക്കാം, അതൊരു റൂമർ ആയിരിക്കാം, അല്ലെങ്കിൽ പലപ്പോഴും നമ്മളത് അതുമായി ബന്ധപ്പെട്ട ആളുകൾ സംസാരിക്കാറുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ കുറച്ചും കൂടി മറ്റു എക്സിറ്റ് ലെവൽ കുറച്ചും കൂടി ഒന്ന് ലിബറൽ ആക്കിയിട്ട് എൻട്രി ലെവൽ കുറക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഫിൽട്ടർ ചെയ്തിട്ട് മാത്രം എൻട്രി ലെവൽ എടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നമ്മളൊക്കെ അത് കണ്ണടച്ച് വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഈ ഒരു പെർസെൻറ്റേജ് കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നുണ്ട് മേ ബി അവർ അങ്ങനെ ഒരു പ്ലാനിലേക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അവർ ചിന്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നേണ്ടതുണ്ട്. ചിലപ്പോൾ അതായിരിക്കാം ഒരു കാരണം. ഞാൻ പറയുന്നത് നമ്മളുടേതല്ലാത്തൊരു തെറ്റുകൊണ്ടും അങ്ങനെ സംഭവിക്കാം. കാരണം IC ഒരു പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ ക്വാളിറ്റി വൈസ് എങ്ങനെ ഫിൽട്ടർ ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കാനുള്ള അധികാരം അവർക്കുണ്ട്. അല്ലാതെ അതൊരു +2 പോലെ അവർ പേപ്പർ നോക്കുന്ന പോലെ എല്ലാവർക്കും ഒരുപോലെ മാർക്ക് എന്നുള്ള സിസ്റ്റം അല്ല. ഓരോ തവണ പേപ്പർ നോക്കുന്ന സമയത്തും അവർക്ക് ഏത് രീതിയിൽ അത് നോക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരമൊക്കെ ഉറപ്പായിട്ട് അവർക്കുണ്ട്. അതിനകത്തുള്ള മാർക്ക്, ഗ്രേസ് മാർക്ക് ആണെങ്കിലും മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അധികാരം ഉറപ്പായിട്ട് അവർക്കുണ്ട്. അപ്പം അതിൻ്റെ ഒരു യൂട്ടിലൈസേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും നമ്മൾ നോക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു രണ്ടാമത്തെ റീസൺ ആയിട്ട് നിങ്ങൾ എന്തായാലും കാണണം. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ICAയ്ക്കും വലിയൊരു പിടി ഉണ്ടാവില്ല. കാരണം പുതിയൊരു സിലബസ് എടുത്ത് ആ പുതിയ സിലബസ് എടുത്ത് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തു കഴിയുമ്പോൾ എത്രത്തോളം കുട്ടികൾ അത് ബുദ്ധിമുട്ട് പറയുന്നു. ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് സിലബസ് എക്സാം നടന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടികളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും ഇത്രയും പേര് പാസ് ഉള്ളൂ, ഇത്ര ആളുകൾക്ക് അത് എത്തണം എന്നുള്ള ആ ഒരു ഫീഡ്ബാക്ക് അവർക്ക് എത്തുമ്പോൾ ഉറപ്പായിട്ടും അവർ മനസ്സിലാക്കും, നമ്മൾ എടുത്തിരിക്കുന്ന എക്സാമിന്റെ രീതി കുറച്ച് ടഫായി പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സിലബസ് കുറച്ച് കട്ട് ചെയ്യാം എന്നൊക്കെ ചിന്ത ചിലപ്പോൾ വരാം. അങ്ങനെ ചിലപ്പോൾ അടുത്ത എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊക്കെ സിലബസിൽ ചെറിയ റിഡക്ഷൻ വരുത്തുകയോ എക്സാമിനേഷൻ പാറ്റേണിലൊക്കെ ചെറിയ മാറ്റം വരുത്തുകയോ ചെയ്യാം. ഇതൊരു ഫസ്റ്റ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ എന്താ ചെയ്യുക, അത് ആ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ സംഭവിച്ചു പോയതായിരിക്കാം മേ ബി. അപ്പോൾ ഇത്തരം റീസൺസ് ഒക്കെ ഇതിനൊരു കാരണമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതിയിട്ടുള്ള കുട്ടികൾ
വിജയിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നമായിട്ട് നിങ്ങൾ കാണരുത്. ഓക്കെ, ഈ ഒരു എക്സാം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതിയിട്ടും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റായിട്ട് ഒരിക്കലും കാണരുത്. ഇതൊരു സിസ്റ്റമിക് ആയിട്ട് സംഭവിക്കുന്നതാണ്. കാരണം ഞാനിപ്പോൾ ഏകദേശം 12 വർഷമായിട്ട് ഈ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ CA സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. സോ ഞാൻ പോലും ഈ ഒരു റിസൾട്ട് കണ്ടിട്ട് വളരെയധികം ഷോക്ക്ഡാണ്. കാരണം നമ്മൾ എത്രയും പ്രതീക്ഷിച്ചിരുന്ന കുട്ടികൾക്ക് പോലും നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് കരുതി എല്ലാവർക്കും അല്ല ഞാൻ പറയുന്നത്, മാർക്ക് ഉള്ളവരുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കുട്ടികൾക്കൊന്നും ചിലർക്കൊക്കെ അങ്ങനെ വിചാരിച്ച മാർക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊരിക്കലും ഒരു നെഗറ്റീവായിട്ട് എടുക്കരുത്. നമുക്ക് 1 മാസത്തെ സമയം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. 1 മാസം കൂടി കഴിഞ്ഞാൽ സെപ്റ്റംബറിൽ എന്ത് വരുന്നുണ്ട്, വീണ്ടും ഒരു ഫൗണ്ടേഷൻ എക്സാമിനേഷൻ വരുന്നുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ എഴുതണം. കാരണം അടുത്ത സെപ്റ്റംബറിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ പേഴ്സൻറ്റേജ് കുറച്ച് കൂടാനും ചാൻസ് ഉണ്ട്. സോ പേഴ്സൻറ്റേജ് ഇപ്രാവശ്യത്തേക്കാളും കൂടുതലായിരിക്കും. ഉറപ്പായിട്ടും എഴുതുന്ന കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും. സോ അവിടെ നിങ്ങൾ പാസ്സാവേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഉറപ്പായിട്ടും പാസ്സാവും. ഇതെന്തായാലും ചെറിയ രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്തേക്ക് ഒരു പരാതികൾ പോലെ വരുമ്പോൾ അടുത്ത എക്സാമിനേഷൻ കുറച്ച് ലിബറൽ ആവാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് ഡെസ്പ് ആവരുത്. നമ്മൾ ഇമോഷണൽ ആയിട്ടുള്ള ഡിസിഷൻ ഇടാതെ നമ്മളിതിപ്പോൾ ഇനി ചെയ്യില്ല എന്നൊന്നും തീരുമാനിക്കരുത്. ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് മാനസികമായിട്ട് പൊരുത്തപ്പെടുക. നാളെ മുതൽ എക്സാം രജിസ്റ്റർ ചെയ്ത് പഠനം ആരംഭിക്കുക. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഗ്യാരണ്ടിയാണ്. അടുത്ത പ്രാവശ്യം പേഴ്സൻറ്റേജ് കൂടുതലായിരിക്കാം, ഒപ്പം കുട്ടികൾ എഴുതുന്നവരുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ ചാൻസ് ഉണ്ട് നമുക്ക് പാസ്സാവാനായിട്ട്. എക്സാം കുറച്ചും കൂടി സിമ്പിളായിരിക്കും. അപ്പോൾ ഇത് എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ എന്തായാലും വിശ്വസിക്കണം. ഉറപ്പായിട്ടും നിങ്ങൾ ഇന്നത്തെ ദിവസം എങ്ങനെയും തള്ളി നീക്കണം, അതിൽ യാതൊരു സംശയവുമില്ല. നാളെ മുതൽ നമുക്കൊരു എക്സാം രജിസ്റ്റർ ചെയ്ത് വീണ്ടും തുടങ്ങാം. ഓക്കെ, മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഇനി എക്സാമിനേഷൻ ലോ ആയിക്കോട്ടെ, അക്കൗണ്ടൻസി ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സാമിനേഷൻ നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതി, പക്ഷെ നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു പരാതി നിങ്ങൾക്കുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കുറച്ച് പരാതികൾ ഉണ്ടായിരുന്നു. നമ്മളത് ടേക്കപ്പ് ചെയ്ത് നോക്കി, ചിലതെല്ലാം ഉള്ളതാണെന്ന് നമുക്ക് തോന്നിയിരുന്നു. എന്നാൽ ഇപ്രാവശ്യം ഇത്രയും തീവ്രമായിട്ട് റിസൾട്ട് കുറഞ്ഞ സ്ഥിതിക്ക് ശരിക്കും അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അക്കൗണ്ടൻസി ലോ എന്ന് പറയുന്ന പേപ്പറുകളുടെ സർട്ടിഫൈഡ് കോപ്പി നിങ്ങൾക്ക് കിട്ടും. നാളെ മുതലൊക്കെ ആയിരിക്കും അത് അവൈലബിൾ ആവുക. SSP പോർട്ടലിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു പേപ്പറിന് 500 രൂപയാണ് വരിക. സർട്ടിഫൈഡ് കോപ്പി 3 എണ്ണം ഉണ്ട്. സർട്ടിഫൈഡ് കോപ്പി എന്ന് പറയും, അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, വേരിഫിക്കേഷൻ എന്ന് പറയും, അതേപോലെ തന്നെ റീകൗണ്ടിങ് എന്ന് പറയും. എന്താണ് ഈ വേരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു അപ്ലൈ ചെയ്തതിന് ശേഷം ICAയിൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് നിങ്ങളുടെ പേപ്പർ വെരിഫൈ ചെയ്യാവുന്നൊരു സംവിധാനമാണ്. അത് ബുദ്ധിമുട്ടായിരിക്കും, നമുക്കത് ചെയ്യൽ പ്രശ്നം തന്നെ ആയിരിക്കും. മറ്റൊന്ന് കൗണ്ടിങ് ആണ്. നിങ്ങളുടെ പേപ്പർ ഒന്നും കൂടിയും അവർ വാല്യൂ ചെയ്ത് കൗണ്ട് ചെയ്ത് നോക്കും. ജസ്റ്റ് ഇട്ട മാർക്കുകളെല്ലാം കൂട്ടി നോക്കുക എന്നുള്ള സംഭവമാണ്. അതിപ്പോൾ ഡിജിറ്റൽ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ തെറ്റ് വരാനുള്ള ചാൻസ് കുറവാണ്. പിന്നുള്ളത് സർട്ടിഫൈഡ് കോപ്പിയാണ്. സർട്ടിഫൈഡ് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ ഒന്നും കൂടി വാല്യൂ കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി അവർ തരും. ഇതല്ലാതെ തന്നെ നമുക്ക് RTA, റൈറ്റ് ടു ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് പേപ്പർ എടുക്കാൻ പറ്റും. പക്ഷെ അത് നമുക്ക് ഒരുപാട് സമയം എടുക്കാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു യൂട്ടിലിറ്റി നമുക്ക് ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടൻസിയിലാണ് മാർക്ക് കുറവ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോയിലാണ് മാർക്ക് കുറവ് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി എടുക്കാം. മാത്സിൻ്റെയും എക്കണോമിക്സിൻ്റെയും ഒന്നും സർട്ടിഫൈഡ് കോപ്പി നമുക്ക് കിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സർട്ടിഫൈഡ് കോപ്പി എടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ആൻസർ ഷീറ്റ് ഉണ്ട്. സോ നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസർ എല്ലാം കൊണ്ടും ശരിയാണ്. അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതിനകത്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എത്ര പേരുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡാവണ്ട. നിങ്ങളെല്ലാവരും സർട്ടിഫൈഡ് കോപ്പി എന്ത് ചെയ്യുക, എടുക്കുക. അങ്ങനെ പരാതികളുണ്ടെങ്കിൽ സർട്ടിഫൈഡ് കോപ്പി എടുക്കുക. സർട്ടിഫൈഡ് കോപ്പി എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് എക്കണോമിക്സിലോ അല്ലെങ്കിൽ മാത്സിലും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഇപ്പം അറിയിക്കേണ്ട. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം മാത്സിലോ നമ്മുടെ അക്കൗണ്ടൻസിലോ ലോയിലോ നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ സർട്ടിഫൈഡ് കോപ്പി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഫീല് വന്നാൽ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കുക. അറിയിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പ്ലാനുകളുണ്ട്. ഇപ്രാവശ്യം എന്തായാലും, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച പ്ലാനുകളായിരുന്നു, അത് നടന്നില്ല. പക്ഷെ ഇപ്രാവശ്യം നമുക്കൊരു പ്ലാൻ ഉണ്ട്. ഓൾറെഡി നമ്മൾ അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്ലാൻ എന്താ, മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളത് ചെയ്തതിന് ശേഷം പറയാം. അതായത് നിങ്ങൾക്ക് ആ പരാതികളുണ്ടെങ്കിൽ ആ സർട്ടിഫൈഡ് കോപ്പി നിങ്ങൾ എടുക്കുക. എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ എഴുതിയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടാത്തത് നോക്കുക.
അതിനുശേഷം നമ്മൾ അത് എടുത്തതിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മളത് അറിയിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് അതെന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ അറിയിച്ചതിന് ശേഷം അവരതിനകത്ത് വേറെ നീക്കുപോക്കൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കളക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളും എൻ്റെ മൈൻഡിലുണ്ട്. ഓക്കെ, തൽക്കാലം ഞാനിപ്പോൾ അത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. എന്തായാലും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ഞാൻ പറയുന്നില്ല, കാമായിട്ടിരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ചില കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്, മനസ്സിലായില്ലേ? അതങ്ങനെയാണ്. ഇത് ചാർട്ടേഡ് അക്കൗണ്ടൻസി ആണെന്ന് മാത്രമല്ല, ഇതൊരു പുതിയ ചാർട്ടേഡ് അക്കൗണ്ടൻസിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ലോകം ഇതിനേക്കാളേറെ കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്തിട്ട് ആ ഫസ്റ്റ് ലെവൽ കോമ്പീറ്റൻസിയിൽ നമ്മളൊന്ന് മിസ്സായി പോയി എന്ന് കരുതി നമ്മൾ ഇനി കോമ്പീറ്റൻ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ശ്രമിക്കാം, നമുക്ക് ആവോളം നോക്കാം. ചാർട്ടേഡ് അക്കൗണ്ടൻസി മാത്രമൊന്നുമല്ല വിജയത്തിലേക്കുള്ള വഴി എന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊരു ചെറിയ എക്സാം മാത്രമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ചെറിയൊരു കോഴ്സ് മാത്രമാണ്, നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തൊരു കാര്യം മാത്രമാണ്. അതൊരിക്കലും ഒരുപാട് സങ്കടപ്പെടാൻ കാരണമാവരുതല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, നിങ്ങളുടെ പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കുക. നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ശരി, താങ്ക് യു.